കർണാടകയിലെ BJPയുടെ ആറാമത്തെ ശ്രമമാണ് ഫലം കണ്ടത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയല്ല. ബംഗാളിൽ BJP ചെയ്യുന്നത് അങ്ങനെയല്ല. അവർ ദിവസവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മമതയെ വേട്ടയാടാൻ വേണ്ടിയിട്ട്. ദിവസവും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവർ എത്രയോ വർഷങ്ങളായി ബംഗാളിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ പലപ്പോഴും മമതയുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അതൊക്കെ പരാജയപ്പെട്ടതാണ്. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് അവിടെ വലിയ തിരിച്ചടി ഏൽക്കുകയുണ്ടായി. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഏറ്റവും വലിയ തിരിച്ചടി. BJP അവിടെ വലിയ ഒരു വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ആ തിരിച്ചടിയിൽ നിന്ന് മമത പാഠം പഠിച്ചിരിക്കുന്നു. മമത ശക്തമായ നീക്കമാണ് ബംഗാളിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് തനിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നത്, എന്തൊക്കെയാണ് തിരിച്ചടിക്കുള്ള കാരണം, ആ തിരിച്ചടിക്കുള്ള കാരണങ്ങളെ വളരെ വ്യക്തമായി നിരീക്ഷണ ബോധത്തോടു കൂടി പഠിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം അതിന് കണ്ടതോടുകൂടി കാര്യങ്ങൾ മറ്റു രീതിയിലേക്ക് പോകുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കന്മാരൊക്കെ BJPയിൽ നിന്ന് മമത തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ബംഗാൾ സമ്മാനിക്കുന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാഞ്ചാപുര മുനിസിപ്പാലിറ്റിയിലെ 7 കൗൺസിലർമാർ BJPയിൽ നിന്ന് തിരിച്ചു വരികയാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക്. അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള വലിയ സങ്കടം അവർ തിരിച്ചു വന്നതിന് ശേഷം തുറന്നു പറയുകയാണ്. BJPയുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിലും ഭീഷണിപ്പെടുത്തലിന് മുന്നിലുമാണ് തങ്ങൾ അവരുടെ കൂടെ പോയതെന്നാണ് ആ 7 കൗൺസിലറും പറയുന്നുള്ളത്. അത് മാത്രമല്ല, അലിസഹർ മുനിസിപ്പാലിറ്റിയിലെ 8ഓളം കൗൺസിലർമാരെ മമത തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗർവാപ്പസി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരും പറയുന്നത് ഇത് തന്നെയാണ്. BJP ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ ഇനി തൃണമൂൽ കോൺഗ്രസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ 15 പേരും എടുത്തു പറയുന്നുള്ളത്. അങ്ങനെ നിർണായകമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് തന്റെ തിരിച്ചടിക്കുള്ള കാരണങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ട് മമത അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിയതിന്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ഈ 15 പേരുടെ തിരിച്ചുവരവ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.